ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1855. ഇന്ന് ജനുവരി മാസം 28-ാം തീയതി. എപ്പോഴാണ് ഞാൻ തിരിച്ചറിയപ്പെടുന്നത്? അങ്ങനെ തിരിച്ചറിയപ്പെടുമ്പോൾ ശരിക്കും ഞാൻ അകത്തായിരിക്കുമോ അതോ പുറത്തായിരിക്കുമോ? പുറന്തള്ളപ്പെടാനാണ് കൂടുതലും സാധ്യത. ദൈവസന്നിധിയിൽ നിന്നാണ്, ദൈവ സാന്നിധ്യത്തിൽ നിന്നാണ് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ എന്നെ വെളിപ്പെടുത്തേണ്ടി വരും. എന്റെ അകവും കൂടി ഒന്ന് തുറന്നു വെക്കേണ്ടി വരും. അതോടുകൂടി ഞാൻ അവിടുത്തെ സന്നിധിയിൽ അകത്തായിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. പുറത്താകാനായിട്ട് ഒന്നുകിൽ സ്വയം പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ പുറന്തള്ളപ്പെടും. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ ആരംഭത്തില് സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കുകൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. രണ്ടാമത്തെ വചനം എന്തുകൊണ്ടോ വായിക്കുമ്പോൾ ക്രമം തെറ്റി അവിടെ വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു എന്ന വചനമാണ്. അത് തുടക്കത്തിലെ ആരും കണ്ടെത്തുന്നില്ല. അങ്ങനെ കണ്ടെത്തിയിരുന്നെങ്കിൽ അത്രയും വലിയൊരു ചടങ്ങിന്, അത്രയും വലിയൊരു അതിഥിയെ എതിരേൽപ്പാനുള്ള ചടങ്ങിന് ഈ ബുദ്ധിയില്ലാത്ത 5 പേരെ ഉൾപ്പെടുത്തത്തില്ലായിരുന്നു. വിവേകമില്ലാത്ത 5 പേരെ അതിൽ ഉൾപ്പെടുത്തത്തില്ലായിരുന്നു. എപ്പോഴാണ് വെളിപ്പെടുന്നതെന്നറിയാമോ? അവനവന്റെ കർത്തവ്യമൊക്കെ പൂർത്തീകരിക്കുമ്പോൾ, ഒന്നുകിൽ പൂർത്തീകരിക്കാൻ പറ്റാതെ പോകുമ്പോൾ, വിളിച്ച വിളിയും ഏൽപ്പിച്ച ദൗത്യവുമൊക്കെ എവിടെയായി? എന്തുമാത്രം അതിനോട് എനിക്കൊരു തീവ്രമായ തീക്ഷ്ണമായ താല്പര്യമുണ്ട്, എന്തുമാത്രം അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുണ്ട്. എല്ലാം വെറുതെയായി മാറുകയാണ്. ഒടുവിലാണ് ആരൊക്കെയാണ് വിവേകമുള്ളവരെന്നും ആരൊക്കെയാണ് വിവേകശൂന്യരെന്നൊക്കെ വെളിപ്പെടാൻ പോകുന്നത്. അതിനോടനുബന്ധിച്ചാണ് അകത്താക്കപ്പെടുകയും പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്യുക. ഒടുവില് ഇത്തരമൊരു നിർണായക നേരത്തും കാലത്തും എന്റെ സ്ഥാനം എവിടെയാവും? ക്രിസ്തുയേശുവിന്റെ ഒപ്പമായിരിക്കുമോ അതോ അവിടുത്തെ വിശ്രമസ്ഥലത്തിന് വെളിയിലായിരിക്കുമോ? അതെന്റെ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് നിർണയിക്കപ്പെടുന്ന, നിശ്ചയിക്കുന്ന, തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ലളിതമാണ് കാര്യങ്ങൾ. കുറെ കൂടി അവനവന്റെ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിയുക, പരമാവധി ആത്മാർത്ഥത്തോടെ അർപ്പണഭാവത്തോടുകൂടി അവ നിർവഹിക്കുക, വലിയ പ്രതിഫല ഇച്ഛ കൂടാതെ, തിരികെ കിട്ടുമെന്നുള്ള ആഗ്രഹം കൂടാതെ, തിരികെ കിട്ടണമെന്നുള്ള ശാഠ്യം ഒഴിവാക്കിക്കൊണ്ട് നിസ്വാർത്ഥമായി ശുശ്രൂഷകളെ നിർവഹിക്കുക. അങ്ങനെയാവുമ്പോൾ വിവേകമുള്ള മനുഷ്യരുടെ ഗണത്തിൽ അവിടുന്ന് എന്നെയും ഉൾപ്പെടുത്തും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.